സ്കൂളിൽ ചാന്ദ്രദിനമൊക്കെ ആചരിച്ചോ? ആ, എന്നിട്ട് തുള്ളി പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഞാൻ സ്കൂളിൽ അസംബ്ലിയിൽ പറഞ്ഞു. എന്നിട്ട് ചങ്ങാതിമാരൊക്കെ ഞെട്ടിയോ? ആ, എല്ലാരും കൈയടിച്ചു, ടീച്ചർമാരും അഭിനന്ദിച്ചു. അപ്പൊ തുള്ളി കാരണം നീ സ്കൂളിൽ താരായല്ലേ? അല്ല, തുള്ളി എന്താ വരാത്തത്? ദാ തുള്ളി വരുന്നുണ്ട്. തുള്ളി ഞങ്ങളുടെ സ്കൂളിൽ ചാന്ദ്രദിനം ആചരിച്ചു. തുള്ളി പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഞാൻ സ്കൂളിൽ പോയി പറഞ്ഞു. ആണോ? എന്നാലിതാ മിയക്കൊരു സമ്മാനം. ഇന്ന് മിയയുടെ പിറന്നാളല്ലേ? അയ്യോ, ഞാനത് മറന്നുപോയി. ഇപ്പൊ വരാമേ. താങ്ക് യു തുള്ളി, നീ എന്റെ ഒറ്റ ചങ്ങാതിയാ. അതല്ലേ എന്റെ പിറന്നാൾ ഓർത്തത്. ആ, മിന്നു എത്തിയല്ലോ. ഇതാ, ഹാപ്പി ബർത്ത്ഡേ മിയ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ മിയ, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു എന്റെ പൊന്നു ചങ്ങാതിമാരെ, നിങ്ങളെ എനിക്ക് ഒത്തിരി ഇഷ്ടാ. അതെ, ചാന്ദ്രദിനത്തെ കുറിച്ചല്ലേ പറഞ്ഞത്? എന്നിട്ട് സ്കൂളിൽ എല്ലാവരും നന്നായെന്ന് പറഞ്ഞു. ആ, ടീച്ചർമാരൊക്കെ അഭിനന്ദിച്ചു. മിയയുടെ ടീച്ചർമാരൊക്കെ പടിയെടുത്ത് അടിക്കാറുണ്ടോ? ഏയ് ഇല്ല, എന്റെ സ്കൂളിൽ നല്ല ടീച്ചർമാരാ. വീട്ടിൽ മുതിർന്നവരോ? അവരും അടിക്കാറില്ല. വഴക്ക് പറയാനുണ്ടല്ലേ? ഏയ് ഇല്ല. അപ്പൊ ഇന്നാള് കുറെ നേരം വെള്ളത്തിൽ കളിച്ചപ്പോ വഴക്ക് കേട്ടില്ലേ? ആ, അന്ന് വഴക്ക് പറഞ്ഞു. മിയക്ക് മുതിർന്നവരെയൊക്കെ പേടിയാണോ? അതൊന്നുമില്ല. പിന്നെ വികൃതി കാണിക്കുമ്പോൾ ഇടയ്ക്ക് പേടി വരും. അത് പോട്ടെ, എപ്പോഴും പേടിച്ച് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? ശരിയാ, ഞങ്ങൾ പറന്നു പോകുമ്പോ താഴെ ആരെങ്കിലും തോക്കെടുത്ത് വെടിവെക്കുമോ എന്നൊക്കെ പേടിച്ചാ പറക്കുക. അതുപോലെ യൂറോപ്പിലെ ജനങ്ങളെ പേടിച്ചു കഴിഞ്ഞിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഏത് കാലം? മധ്യകാലം എന്നാ അതിന് പറയാ. മധ്യകാലമോ? അത് എപ്പോഴായിരുന്നു? ഗുഡ് ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാട്ടോ. Singapore. The correct pronunciation is Singapore. 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 Water. The correct pronunciation is water. 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 Gesture. The correct pronunciation is gesture. 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 ചങ്ങാതിമാരെ, ഇന്ന് നമ്മൾ പഠിച്ച വാക്കുകൾ ഏതൊക്കെയാ? ഒന്നുകൂടെ കാണാല്ലേ? Singapore. Water. Gesture. തുള്ളി. മധ്യകാലത്തും യൂറോപ്പിലെ ആളുകൾ ഇംഗ്ലീഷ് തന്നെയല്ലേ പറഞ്ഞിരുന്നത്? അതെ. മധ്യകാലത്തിൽ ജനങ്ങൾ ആരൊക്കെയാ പേടിച്ചിരുന്നത്? മധ്യകാലത്ത് യൂറോപ്പിൽ ഭരണം നടത്തിയിരുന്നത് കുറെ പ്രഭുക്കളായിരുന്നു. ഈ പ്രഭുക്കളെയാണ് ജനങ്ങളെ പേടിച്ചിരുന്നത്. പ്രഭുക്കൾ ജനങ്ങളെ ഉപദ്രവിച്ചിരുന്നോ? അവര് പറഞ്ഞത് കേൾക്കാതിരുന്നാൽ ജനങ്ങളെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചിരുന്നു. ഇതിനായി ഈ പ്രഭുക്കൾക്ക് കുറെ പടയാളികളും സൈന്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഈ പ്രഭുക്കളൊക്കെ വലിയ പണക്കാരായിരിക്കുമല്ലേ? യൂറോപ്പിൽ ഒരുപാട് സ്ഥലം ഈ പ്രഭുക്കളുടെ ഉടമസ്ഥതയിലായിരുന്നു. ബാക്കിയുള്ള ജനങ്ങളെല്ലാം ഈ പ്രഭുക്കളുടെ സ്ഥലത്തെ പണിക്കാരായിരുന്നു. ഫ്യൂഡൽ പ്രഭുക്കൾ എന്നാ ഇവർ പറയപ്പെട്ടിരുന്നത്. ഈ രീതിക്ക് ഫ്യൂഡൽ സമ്പ്രദായം എന്നൊരു പേരുണ്ട്. രസകരമായ കാര്യങ്ങളൊന്നും മധ്യകാലത്ത് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. അവരെപ്പോഴും ഫ്യൂഡൽ പ്രഭുക്കൾക്ക് കീഴിൽ പണിയെടുക്കുക തന്നെയായിരുന്നു. അന്ന് യൂറോപ്പിൽ രാജാവ് ഉണ്ടായിരുന്നില്ലേ? മധ്യകാലത്തിനു മുമ്പ് റോമാ സാമ്രാജ്യത്തിലെ രാജാക്കന്മാരാണ് യൂറോപ്പ് ഭരിച്ചിരുന്നത്. അവരുടെ ഭരണത്തിന് ശേഷമാണ് മധ്യകാലം തുടങ്ങുന്നത്. അതേതായിരുന്നു വർഷം? AD 1000-ലൊക്കെയാണ് മധ്യകാലഘട്ടം തുടങ്ങുന്നത്. മധ്യകാലത്തിന്റെ ആദ്യം വൈക്കിങ്ങുകളൊക്കെയാണ് യൂറോപ്പ് ഭരിച്ചത്. ആ കാലത്ത് കുറെ ആളുകൾ പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് ഓടിപ്പോയി. മറ്റിടങ്ങളിലൊന്നും ജീവിക്കാൻ പറ്റാതായി അല്ലേ? അതെ, അങ്ങനെ പടിഞ്ഞാറൻ യൂറോപ്പിൽ ആളുകൾ തടിച്ചുകൂടി. പിന്നെയാണ് ഫ്യൂഡൽ പ്രഭുക്കളൊക്കെ അവരെ ഭരിക്കുന്നത്. അവിടെ രാജാവൊന്നും ഉണ്ടായിരുന്നില്ലേ? ഇല്ല,
ഫ്യൂഡൽ പ്രഭുക്കൾ അവരുടെ ഇഷ്ടത്തിന് ഭരണം നടത്തിയപ്പോ യൂറോപ്പിലാകെ അരാജകത്വം വന്നു. എന്താ അരാജകത്വം? പറഞ്ഞുതരാട്ടോ, പക്ഷെ തുള്ളി വാർത്തയ്ക്ക് ശേഷം. നമസ്കാരം, എല്ലാ ചങ്ങാതിമാർക്കും തുള്ളി വാർത്തയിലേക്ക് സ്വാഗതം. പതുക്കി പോകുന്ന ആളുകളെ ഒച്ചിഴയും വേഗത്തിൽ പോകുന്നവർ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇന്നത്തെ തുള്ളി വാർത്തയും അതുപോലെ ഒരു ഒച്ചിനെ കുറിച്ചാണ്. ഒച്ചെന്ന് കേൾക്കുമ്പോൾ കറുത്ത് തൊട്ടാൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു ജീവിയെയാവും നമുക്ക് ഓർമ്മ വരിക. എന്നാൽ ഓസ്ട്രേലിയയിൽ പുതിയൊരു തരം ഒച്ചിനെ കണ്ടെത്തിയിരിക്കുന്നു. പിങ്ക് നിറമാണ് ഈ പുതിയ ഒച്ചിന്. നമ്മുടെ നാട്ടിലെ ഒച്ചുകളുടെ ഇരട്ടി വലിപ്പമുണ്ട് ഈ പിങ്ക് ഒച്ചിന്. ഓസ്ട്രേലിയയിൽ 5000 അടി ഉയരത്തിലുള്ള കപ്പൂത്തർ പർവ്വതനിരയിലാണ് ഈ പുതിയ ഒച്ചിനെ കണ്ടുപിടിച്ചിരിക്കുന്നത്. കണ്ടുപിടിച്ചത് അടുത്താണെങ്കിലും ഇവർ പണ്ട് മുതലേ അവിടെ ഉണ്ടത്രേ. ഓസ്ട്രേലിയയിൽ നിറയെ മഴക്കാടുകൾ ഉണ്ടായിരുന്നപ്പോഴുള്ള ജീവികളിൽ ഒന്നാണ് ഈ ഒച്ചു. എന്നാൽ മഴക്കാടുകൾ നശിച്ചപ്പോൾ പല ജീവികളും നശിച്ചു. പക്ഷേ തടിയൻ ഒച്ചുകൾ പിടിച്ചു നിന്നു. കപ്പൂത്തൻ പർവ്വതനിരകളിൽ പലവട്ടം അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചിട്ടും പിങ്ക് നിറമുള്ള ഈ ഒച്ചുകൾ ഇപ്പോഴും അവശേഷിക്കുന്നു എന്നുള്ളത് ശാസ്ത്രലോകത്തിന് ഒരു അത്ഭുതം തന്നെയാണ്. ഏതായാലും കാണാൻ ഭംഗിയുള്ള ഈ ഒച്ചുകൾ പുതിയ താരങ്ങളായി വിലസുകയാണിപ്പോൾ. അതെ, അത് തന്നെയാണ് അരാജകത്വം, അതായത് രാജാവ് ഇല്ലാത്ത അവസ്ഥ. നമുക്കിവിടെ ഭരിക്കാൻ സർക്കാരും കള്ളന്മാരെ പിടിക്കാൻ പോലീസും ഒക്കെ ഇല്ലേ? അതൊന്നും ഇല്ലാതെ ആയാൽ എങ്ങനെ ഉണ്ടാകും? അപ്പോ നാട്ടിൽ കള്ളന്മാരൊക്കെ വിലസും. അങ്ങനെയുള്ള അവസ്ഥയാണ് അരാജകത്വം. മധ്യകാലത്ത് യൂറോപ്പിലാകെ ഈ അരാജകത്വമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ജനങ്ങൾ അതിനെതിരെ ഒന്നും ചെയ്തില്ലേ? കുറെ സഹിച്ചപ്പോൾ പിന്നെ ജനങ്ങൾ ഫ്യൂഡൽ പ്രഭുക്കൾക്കെതിരെ തിരിഞ്ഞു. അങ്ങനെ യൂറോപ്പിൽ വലിയ യുദ്ധങ്ങളൊക്കെ ഉണ്ടായി. ഏതൊക്കെ യുദ്ധങ്ങളാ മധ്യകാലത്ത് നടന്നത്? അത് പറഞ്ഞുതരാം. അതിനു മുൻപ് നമുക്ക് മിട്ടുനും ടുട്ടുനെയും കാണാം. ടുട്ടു, നമ്മൾ താമസിക്കുന്നത് ഭൂമിയിലല്ലേ? അതെ. ഭൂമി ഉരുണ്ടിട്ടല്ലേ? ആണല്ലോ. അപ്പോ നമ്മൾ ഇവിടുന്ന് കുഴിച്ചു പോയ അപ്പുറത്തെത്തോ? ഇത് നീ ഏതോ സിനിമയിൽ കേട്ട സംശയല്ലേ? അയ്യോ അല്ല, ഇത് ഞാൻ വെറുതെ ആലോചിച്ചപ്പോ തോന്നിയതാ. ഏതായാലും ഭൂമി കുഴിച്ച് അപ്പുറത്തൊന്നും എത്തില്ല. പിന്നെ എവിടെ എത്തുക? അത് നമ്മുടെ ഭൂമിക്ക് 3 പാളികളുണ്ട്. 3 പാളികളോ? അതെ, അതിൽ ഏറ്റവും മുകളിലുള്ള പാളിയിലാ നമ്മളൊക്കെ ഉള്ളത്. എന്താ ഈ പാളിയുടെ പേര്? ഭൂവൽക്കം. അതിൽ താഴെയുള്ള പാളിയുടെ പേരാണ് ബഹിരാവരണം. അതിലും താഴെയുള്ള 3ാമത്തെ പാളിയാണ് അകക്കാമ്പ്. ഈ അകക്കാമ്പില്ലേ ചുട്ടു പഴുത്തിരിക്കുക. അയ്യോ, അപ്പൊ അവിടെ പോയ ഭയങ്കര ചൂടായിരിക്കും അല്ലേ? അതാ പറഞ്ഞത് അങ്ങോട്ടൊന്നും പോവാൻ പറ്റില്ലാന്ന്. എന്നാ പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഈ കാറ്റൊക്കെ കൊണ്ടിരിക്കാം അല്ലേ? അതാ നല്ലത്. മിട്ടുനും ടുട്ടുനെയും കണ്ടല്ലോ. ഇനി നമുക്ക് വീണ്ടും യുദ്ധത്തിന്റെ കാര്യം പറയാല്ലേ. അന്ന് യൂറോപ്പിൽ ഒരു വലിയ യുദ്ധം നടന്നു. ആ യുദ്ധത്തിന്റെ പേരാണ് ശതവർഷ യുദ്ധം. ഇതുണ്ടല്ലോ 100 വർഷം നീണ്ടു നിന്നത്രേ. 100 വർഷം യുദ്ധം ചെയ്തോ? ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാ യുദ്ധം നടന്നത്. 1337 തുടങ്ങി 1437 ആ യുദ്ധം തീർന്നത്. അപ്പൊ ഒത്തിരി നാശനഷ്ടങ്ങൾ ഉണ്ടായില്ലേ? ഉണ്ടായിരുന്നോ? അത്രയേറെ നഷ്ടം വന്നപ്പോഴാ യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനമായത്. ആ സമയത്ത് യൂറോപ്പിൽ വലിയൊരു രോഗവും പടർന്നു പിടിച്ചു. എന്ത് രോഗം? അത് ഞങ്ങൾക്ക് തുള്ളിക്കടങ്കഥ ചോദിച്ചിട്ട് പറഞ്ഞു തന്നാ മതി. അപ്പോ തുള്ളിക്കടങ്കഥ. ഹലോ, അഞ്ജലി ഉണ്ടോ? അഞ്ജലിക്ക് ഫോൺ കൊടുക്കാമോ? ഹലോ. ഹലോ, അഞ്ജലിയാണോ? അതെ. എന്തൊക്കെയാണ് പരിപാടികൾ? ആരാണ്? അതാരാന്ന് ഇരിക്കട്ടെ, എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ? സുഖാണ്. സ്കൂളിലൊക്കെ പോയോ? പോയി. പിന്നെ എന്തൊക്കെയുണ്ട് സ്കൂളിലെ വിശേഷങ്ങൾ? ഹോംവർക്ക് ഒക്കെ ചെയ്തു കഴിഞ്ഞോ? ഹോംവർക്ക് ചെയ്തോണ്ടിരിക്കുകയാണോ? അതിനിടയ്ക്കാണോ ഞാൻ ഫോൺ ചെയ്തത്? സാരമില്ല, ഒരു കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇനി ബാക്കി ഹോംവർക്ക് ചെയ്താൽ മതി കേട്ടോ. അഞ്ജലി ആരാ വിളിക്കണെന്ന് മനസ്സിലായോ? ഇല്ല. അത് ശരി, അഞ്ജലിയുടെ ഒരു ഉറ്റ ചങ്ങാതിയല്ലേ വിളിക്കണേ? തുള്ളിയാണ്. ഹലോ, പാട്ട് പാടാൻ അറിയോ? ഒരു പാട്ട് അങ്ങോട്ട് പാടിക്കേ. നാട്ടിൽ മാവിലൊരു മൈന കൂട്ടുപോരുമോ മൈന
കിനാവിലെ കൂട്ടിനുള്ളിലെ മായാമൈന നീ എൻ മൈന. മതിയാ? സിനിമ പാട്ടല്ലാതെ വേറെ പാട്ട് അറിയില്ല? വേറെ പാട്ട് എനിക്കറിയില്ല. എന്താണ് അവിടെ ഒരു കുഞ്ഞാവ പാടിയല്ലോ, ആരാ പാടിയത്? അതിന്റെ ആന്ന് കൊടുത്തേ, നല്ല പാട്ട് പാടിയല്ലോ. ഹലോ കുഞ്ഞാവേ, നല്ല പാട്ടാണല്ലോ പാടിയത്. ഒന്നിട്ട് പാടിത്തരോ തുള്ളിക്ക്? പൈപ്പിനൊപ്പം വെള്ളത്തിൽ തണുത്ത് കൂറ്റും വെള്ളത്തിൽ പറയാതങ്ങനെ നീന്താമോ നീന്തുന്നൊരു സമ്മാനം വെള്ളം താഴുമ്പോൾ താഴുന്ന വെള്ളം പൊങ്ങുമ്പോ പൊങ്ങുന്നു മുന്നിപ്പൊങ്ങി രസിക്കുന്ന ഞാനൊരു താമരപ്പൂവാണ്. നല്ല പാട്ട് കേട്ടോ. ആ താമരപ്പൂവിനെ തുള്ളിക്ക് ഒരുപാട് ഇഷ്ടായി. ചക്കര ഉമ്മ. അവിടെ പേരെന്താ? അർച്ചന. മിടുക്കി കേട്ടോ. ഇനി ചേച്ചിനെ കൊടുക്കാമോ ഫോണ്? ആ, ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ആദ്യത്തെ ചോദ്യം ഇതാണേ. അടയ്ക്കും തുറക്കും മണിമുത്തിൻ പത്തായം. കണ്ണാണോ? ശരി ഉത്തരം. പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? അടിക്ക് കൊടുത്താൽ മുടിക്ക് കാണാം. ഒരു ക്ലൂ തരാമോ? ഇതൊരു വലിയ മരാണ്, ഒറ്റത്തടി വൃക്ഷാണ്, കേരളത്തിന്റെ പ്രിയപ്പെട്ട വൃക്ഷാണ്. തെങ്ങ്. തെങ്ങ്. ശരി ഉത്തരം. അടുത്ത ചോദ്യം. അടയുടെ ഉള്ളിലൊരു പെരുമ്പട. അടയുടെ ഉള്ളിലൊരു പെരുമ്പട. ഇനി ക്ലൂ ഉണ്ടോ? ഇത് കുറേ ചേർന്നിട്ടൊരു കൂടുണ്ടാക്കുന്നതിന്റെ കാര്യ പറയാ. കുറേ ബിരുദന്മാരെ ഒന്നിലേറെ പേര് ചേർന്ന് ഒരു മരത്തിലൊക്കെ വലിയ കൂടുണ്ടാക്കും. തേനീച്ചക്കൂട്. ശരി ഉത്തരം കേട്ടോ. 3 ചോദ്യങ്ങൾക്ക് എത്ര പെട്ടെന്നാണോ ഉത്തരം പറഞ്ഞത്? മിടുക്കി. തുള്ളിയിൽ നിന്നൊരു നല്ല സമ്മാനം വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞല്ലോ. ഇനി പറയൂ, എന്ത് രോഗമാണ് യൂറോപ്പിൽ വന്നത്? കറുത്ത മരണം എന്നറിയപ്പെട്ടിരുന്ന ഒരു രോഗമാണ് അന്ന് പടർന്നു പിടിച്ചത്. 1348 ഈ രോഗം ഉണ്ടായതേ. ശരീരത്തിൽ ആകെ കറുത്ത നിറം ബാധിച്ചിട്ട് ആളുകൾ മരിക്കാൻ തുടങ്ങുകയായിരുന്നു. കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. അങ്ങനെ കറുത്ത മരണം എന്ന രോഗം പിടിപെട്ടും യൂറോപ്പിൽ കുറെ ആളുകൾ മരിച്ചു. കഷ്ടപ്പാട് നിറഞ്ഞൊരു കാലായിരുന്നു കേട്ടോ അത്. പിന്നെ 100 വർഷത്തെ യുദ്ധമൊക്കെ അവസാനിപ്പിച്ചപ്പോഴേക്കും അവിടെ ഫ്യൂഡൽ പ്രഭുക്കളുടെ ഭരണവും കുറഞ്ഞു. അങ്ങനെ യൂറോപ്പിൽ ശാന്തിയും സമാധാനവും മടങ്ങി വന്നു. ഇതൊക്കെ ഒത്തിരി കാലം മുമ്പല്ലേ? ആ, ഏതാണ്ട് 600 കൊല്ലം മുമ്പ് നടന്ന കാര്യങ്ങളാ ഇതൊക്കെ. തുള്ളി എന്താ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞതെന്ന് അറിയാമോ? എന്താ? യുദ്ധം എന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. അത് കൂട്ടുകാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇന്ന് യുദ്ധത്തെക്കുറിച്ചും അതിനെ തുടർന്നുള്ള ഈ ഒരു ദോഷങ്ങളെ കുറിച്ചും ഒക്കെ കൂടുതലായി പറഞ്ഞത് കേട്ടോ. എന്തായാലും യുദ്ധം നമുക്ക് വേണ്ടാന്ന് തന്നെ തീരുമാനിക്കാമല്ലേ? വേണ്ട വേണ്ട, യുദ്ധം എന്തായാലും വേണ്ട. അപ്പൊ നമുക്ക് തുള്ളി തപാലേക്ക് പോയാലോ? ഇന്നത്തെ തുള്ളി തപാൽ ആരംഭിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ ചിത്രം കണ്ടുകൊണ്ടാണ്. മനോഹരമായ ഈ ചിത്രം വരച്ചയച്ചിരിക്കുന്നത് ഹസ്ന പി ആണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹസ്ന നന്നായി ചിത്രം വരയ്ക്കുന്നുണ്ട് എന്ന് ഈ ചിത്രം കാണുമ്പോൾ മനസ്സിലാക്കാമല്ലേ? ഇന്ന് വേറെയും അതിമനോഹരമായ ചിത്രം കൂടിയുണ്ട് കാണാൻ. ഈ ചിത്രം അയച്ചിരിക്കുന്നത് വൈഷ്ണവ് ആണ്. വെറുതെ ഒരു ചിത്രം വരച്ച് അയക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, നല്ലൊരു മെസ്സേജും തന്നിട്ടുണ്ട്. ഇത് കണ്ടോ? വർക്ക് ഹാർഡ് ആൻഡ് സിൻസിയർലി, ബി ഹാപ്പി ആൻഡ് മോഡൽ. കഠിനാധ്വാനം ചെയ്യുക, ആത്മാർത്ഥമായി ജോലി ചെയ്യുക, എങ്കിൽ സന്തോഷമായിരിക്കാം, മാത്രമല്ല മറ്റുള്ളവർക്ക് മാതൃകയുമാകാം എന്നാണ് ഈ ചിത്രത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നല്ല ചിത്രം വൈഷ്ണവ്. ഇനി ഒരു കത്ത് വായിക്കാല്ലേ? ഇത് സ്നേഹ സുജിത്ത് എഴുതിയ കത്താണ്. ഞാൻ സ്നേഹ. ഞാൻ തുള്ളി വിടാതെ കാണാറുണ്ട്. എന്റെ അനുജത്തിക്കും തുള്ളി വലിയ ഇഷ്ടമാണ്. ഞങ്ങൾ 2 പേരും കടങ്കഥയും തുള്ളി വാർത്തയും ഒക്കെ ഇഷ്ടപ്പെടുന്നു. തുള്ളി എന്നെ കടങ്കഥയിൽ വിളിക്കുമോ? തീർച്ചയായും വിളിക്കും സ്നേഹ. സ്നേഹയുടെ ഈ കത്തിനൊപ്പം ഒരു സുന്ദരിയുടെ ചിത്രവും വരച്ചയച്ചിട്ടുണ്ട്. സ്നേഹ, ഇത് സ്നേഹ തന്നെയാണോ? നല്ല ഭംഗിയായിട്ടുണ്ടല്ലോ. ആ, ഒരു ചിത്രമല്ല, സ്നേഹ ഇനിയും ചിത്രങ്ങൾ വരച്ചയച്ചിട്ടുണ്ട്. ഇത് കണ്ടോ? ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു രാജ്യങ്ങൾ തമ്മിലും യുദ്ധം വേണ്ട. പക്ഷേ ഇന്നത്തെ ചോദ്യം എന്താണെന്നല്ലേ? ആരൊക്കെ തമ്മിലാണ് 100 വർഷം നീണ്ടു നിന്ന യുദ്ധം നടന്നത്? ചോദ്യം കേട്ടല്ലോ. 100 വർഷം നീണ്ടു നിന്ന യുദ്ധം ആരൊക്കെ തമ്മിലാണ് നടന്നത്? ഉത്തരങ്ങൾ വേഗം അയച്ചോളൂ. അയക്കേണ്ട വിലാസം ഓർമ്മയുണ്ടല്ലോ? തുള്ളി, പോസ്റ്റ് ബോക്സ് നമ്പർ 501, തിരുവനന്തപുരം 14.